mercy to the world. ഈ മഹാപ്രപഞ്ചത്തിന്റെ കാരുണ്യം ഒരാളിലോ ഒരു വ്യക്തിയിലോ ഒരു നാടിലോ ഒരു സമൂഹത്തിലോ മാത്രം ഒതുങ്ങുന്ന കാരുണ്യമല്ല. പ്രപഞ്ചങ്ങളുടെ മുഴുവനും കാരുണ്യമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ മഹാപ്രപഞ്ചത്തിന്റെ എല്ലാ മേഖലകളെയും തൊടുന്ന അനുഭൂതിദായകമായ കാരുണ്യത്തിന്റെ ഉറവ വറ്റാത്ത ഒഴുക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മതം പഠിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്ത ലോകത്ത് കടന്നുപോയ നമ്മുടെ മുൻഗാമികളൊക്കെയും അവരെത്തിച്ചേർന്ന ദേശങ്ങളിൽ, അവർ ജീവിച്ചിരുന്ന ഇടങ്ങളിൽ പാവങ്ങളായ മനുഷ്യരുടെ കണ്ണീരൊപ്പിയവരാണ്. പാവങ്ങളായ ആളുകളെ ചേർത്തു പിടിച്ചവരാണ്. സാധുക്കളായ മനുഷ്യരെ കൂട്ടിപ്പിടിച്ചവരാണ്. എവിടെയാണോ ആവശ്യങ്ങളുള്ളത് അവയൊക്കെയും നിറവേറ്റിക്കൊടുത്ത മുൻഗാമികളുടെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ത്യ രാജ്യത്തേക്ക് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് കടന്നു വന്നയാൾ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഇവിടുത്തെ ജനങ്ങളോട് കാണിച്ച ശൈലിയും അവരോട് അനുവർത്തിച്ച രീതിശാസ്ത്രവും നമ്മളൊന്ന് പഠിച്ചു നോക്കൂ. ഇവിടേക്ക് വന്ന സ്വഹാബിമാർ ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന സർവരാലും തഴയപ്പെട്ടുപോയ, ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഒക്കെ മാറ്റി നിർത്തപ്പെട്ടുപോയ, വഴി നടക്കാൻ അവകാശങ്ങളില്ലാതെയായിപ്പോയ, മനുഷ്യാവകാശങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ ചേർത്തു പിടിച്ചിട്ട് ഞങ്ങളും നിങ്ങളും തുല്യമാണ്. ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. വിവേചനങ്ങളുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ നിങ്ങളെ മാറ്റി നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പട്ടിണിയുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്, വേദനകളുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്, നോവുകളുണ്ടെങ്കിൽ അതിന് സാന്ത്വനമുണ്ട്. സകല മനുഷ്യരെയും ചേർത്തു പിടിച്ച ഉന്നതമായ ഇസ്ലാം എന്ന അതുല്യമായ വിചാരത്തെയാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഇവിടെ അവിടുന്ന് കൂടെയുണ്ടായിരുന്നവരും നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക പ്രബോധന കാലത്ത് അവരുടെ പ്രവർത്തനമായി അവതരിപ്പിച്ചത്. കേരളത്തിന്റെ മാത്രം ചരിത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാമിന്റെ ശൈലി ശാസ്ത്രം എങ്ങനെയാണ്. അവിടുത്തെ പാവങ്ങളായ മനുഷ്യരെ മുഴുവനും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ദീൻ മുന്നോട്ട് പോയത്. പാവങ്ങളെ അകറ്റി നിർത്തി, വേദനിക്കുന്നവനെ മാറ്റി നിർത്തി ഒരു ദീനിന്റെ പ്രബോധനം എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ യുവത്വത്തെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന മേഖലയിൽ ഇത്തരമൊരു മഹത് സംരംഭത്തിലൂടെ അവരുടെ ജീവിതത്തിന്റെ മനോഹരമായ അധ്യായമാക്കി മാറ്റിയെടുക്കുമ്പോ ഒരേ സമയം അത് പരിശുദ്ധമായ ദീനിന്റെ ഉയർച്ചയും അതേസമയം അവർ ചെയ്യുന്ന വലിയ ആദരവും ആരാധനയും ഇബാദത്തുകളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന പ്രവർത്തനവുമാണ്. ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന പ്രബോധകരുടെ ഒക്കെയും ചരിത്രം അങ്ങനെയാണ്. വിശാലമായ സംസാരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വന്ന മനുഷ്യനാണ്. 96 ലക്ഷം മനുഷ്യർക്കാണ് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രബോധനം എത്തിച്ചു നൽകിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം പഠിപ്പിച്ചു നൽകിയത്. അല്ലാഹുവിലേക്ക് അവരുടെ ഹൃദയങ്ങളെ എങ്ങനെയാണ് വിളിച്ചു ചേർത്തത്. എവിടെയെങ്കിലും തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടല്ല, എവിടെയെങ്കിലും മോശപ്പെട്ട ഇടപെടലുകൾ നടത്തിയിട്ടല്ല. ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ഹൃദയം കവർന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ്. വേദനിക്കുന്ന മനുഷ്യരെ ചേർത്തു പിടിച്ച്, അന്നമില്ലാത്ത മനുഷ്യരെ മുഴുവനും തന്നിലേക്ക് വിളിച്ചെടുപ്പിച്ച്, ഗരീബ് നവാസ് ഇന്ത്യയിലെ അജ്മീറിലെ മാമലയിലേക്ക് ഈ രാജ്യത്തെ ചിതറിക്കിടന്ന പാവങ്ങളെ വിളിച്ച് കൊണ്ടുവന്നു ചേർത്തിരുത്തി അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകി അവരുടെ ഹൃദയാന്തരങ്ങളിൽ തൗഹീദിന്റെ തെളിമ നൽകിയ അത്യുജ്വലമായ അധ്യാപനമാണ് ഈ രാജ്യത്ത് നമ്മൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധമായ ഇസ്ലാം അങ്ങനെയായിരുന്നു. എല്ലായിടത്തും നീതിയുടെ വർത്തമാനങ്ങളാണ്. എല്ലാ സ്ഥലത്തും ശാന്തിയുടെ, സമാധാനത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സഹിഷ്ണുതയുടെ ഇടപെടലുകൾ. അള്ളാഹുവിന്റെ മതം നടത്തുകയും അതിന്റെ പ്രബോധകരായ ആളുകൾ അത്യുജ്വലമായി അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ കാണിച്ചു തരികയും
ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ എത്തിച്ചേർന്ന സ്ഥലങ്ങളിൽ നിന്ന് അവര് പിൻവാങ്ങാനൊരുങ്ങുന്ന നേരത്ത് അവിടുത്തെ ജനങ്ങളൊന്നടങ്കം വന്നു ചേർന്നുകൊണ്ട് ജാതി മതഭേദമന്യേ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ നാടുകളിൽ നിന്ന് പോകാൻ പാടില്ല. സയ്യിദുനാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഡമാസ്കസിൽ പടയോട്ടം നടത്തുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ആ നാട്ടിലെ മുസ്ലിങ്ങളല്ലാത്ത ജനങ്ങളും വന്നു ചേർന്നു. ഖാലിദ് ഇബ്നു വലീദ്, കുറഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുകയാണെന്ന് ചില ആളുകൾ പറഞ്ഞു. ഞങ്ങൾ അറിയുന്നുണ്ട് ഖാലിദ് ഇബ്നു വലീദ്, മടങ്ങല്ല, പോകല്ല. നിങ്ങളെപ്പോലൊരു ഭരണാധികാരിയെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. നീതിയുള്ള, സഹനമുള്ള, ക്ഷമയുള്ള, ചേർത്തുപിടിക്കാൻ അറിയാവുന്ന, കാരുണ്യത്തിന്റെ ഉറവ വറ്റാത്ത നിങ്ങളെപ്പോലൊരു മനുഷ്യനെയും ഞങ്ങൾ കണ്ടിട്ടില്ല. വിടവാങ്ങല്ല ഖാലിദ് ഇബ്നു വലീദ്. അല്ലാഹുവിന്റെ വാളെന്നറിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതിയവർ, അതേ സമയം ആ നാടുകളിലെ ജനങ്ങളുടെ മുഴുവനും ഹൃദയാന്തരങ്ങളെ കീഴടക്കിയ അത്യുജ്വലമായ ജീവിതത്തിന്റെ ചരിത്രം പറഞ്ഞു തരുകയാണ് ഖാലിദ് ഇബ്നു വലീദ്. മടങ്ങല്ല, നിങ്ങളെപ്പോലൊരാളെ ഞങ്ങൾ അനുഭവിച്ചിട്ടേ ഇല്ല. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. സിന്ധിലേക്ക് വന്ന ഒരാളിന്റെ ചരിത്രം. മുഹമ്മദ് ബിൻ ഖാസിം എന്ന പ്രായം വളരെ തുച്ഛമായിരുന്ന ഈ രാജ്യത്തിന്റെ തലപ്പത്തേക്ക് വന്ന് പ്രബോധനം ചെയ്തയാൾ, തന്റെ രണ്ടു കൈകളിലും വാളുവേന്തി സഞ്ചരിച്ചു വന്നയാൾ, കടന്നു വന്ന വഴികളെ മുഴുവനും വിറപ്പിച്ചു വന്നയാൾ, ഇസ്ലാമിക ലോകം അടയാളപ്പെടുത്തിയ ഭരണാധികാരികളിൽ പ്രായം കൊണ്ട് കുറവായിരുന്ന മനുഷ്യനാണ് മുഹമ്മദ് ബിൻ ഖാസിം എന്ന ഇന്ത്യയുടെ തലപ്പത്തേക്ക് ഇസ്ലാമും കൊണ്ടുവന്നയാൾ. മുഹമ്മദ് ബിൻ ഖാസിം വഫാത്തായി, ലോകത്തോട് വിട പറഞ്ഞുപോയി. വളരെ തുച്ഛമായ പ്രായത്തിലാണ് ലോകത്തോട് അദ്ദേഹം വിട പറയുന്നത്. മുഹമ്മദ് ബിൻ ഖാസിം വിട പറഞ്ഞപ്പോഴോ ചരിത്രമൊന്നും മറിച്ചു നോക്കൂ. സിന്ധിലെ മുസ്ലിങ്ങളല്ലാത്തവരുടെ വീടുകളിലൊക്കെയും മുഹമ്മദ് ബിൻ ഖാസിമിന്റെ പ്രതിമയുണ്ടാക്കി വെച്ചുപോയി. മുഹമ്മദ് ബിൻ ഖാസിം എന്ന നീതിമാനായ, അതുല്യനായ ഭരണാധികാരിയുടെ പ്രതിമയുണ്ടാക്കി വെച്ച് ആദരിച്ചു. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെന്ന് സിന്ധിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളെല്ലാം. കാരണം നമ്മുടെ പാഠം എവിടെയാണ്? നമ്മളെല്ലാവരും സാമൂഹിക ബോധം പഠിച്ചത് എവിടെ നിന്നാണ്? കരുണയുടെ ഉറവ വറ്റാത്ത ലോകമേതാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ.